സമയം രാത്രി 11 മണിയായി. 11 മണിയായിട്ട് ഇവിടെ ഒരു അപാര ജനത്തിരക്കാണ് കാണുന്നത്. ജനത്തിരക്ക് വേറൊന്നുമല്ല, നമ്മുടെ പടയണി നടക്കുവാണ്. പടയണി കാണാനുള്ള ജനത്തിരക്കാണ് ഇവിടെ. വേറെ ആരെങ്കിലും പുറത്തുനിന്ന് കണ്ടാൽ തോന്നുന്നു ഏതെങ്കിലും സിനിമാടന്മാരൊന്നും മെഗാ ഷോയോ വല്ലതും ഉണ്ടെന്ന്. ഒന്നുമല്ല, ഈ പാതിരാത്രിയായിട്ട് ഇവിടെ ഉറങ്ങാത്ത ആൾക്കാർ പടയണി കാണാനാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു മധ്യ തിരുവിതാംകൂറിലോട്ടൊക്കെ വരുന്നവർക്ക് അറിയാൻ പറ്റും ഈ പടയണിയുടെ ഒരു പ്രത്യേകത. ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും കാണാറില്ല, ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇപ്പം പടയണി കാണാറുള്ളൂ. ഞാനിപ്പം നിൽക്കുന്നത് പാരിപ്പള്ളി കൊടുമൂട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരുപാട് വർഷമായിട്ട് ഈ പടയണി നടന്നു വരുവാണ്. അപ്പൊ ഈ വർഷം പടയണി എന്താണെന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇനി സംസാരമൊന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമോ. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാന അനുഷ്ഠാന കലയാണ് നമ്മുടെ ഈ ഒരു പടയണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടയണിയെ പറ്റി ഒരുപാട് പേർക്കൊന്നും വലിയ അറിവ് കാണത്തില്ല, എല്ലാ ക്ഷേത്രങ്ങളിലൊന്നുമില്ല. ഈ പടയണി പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ സ്വീകരിക്കും. അപ്പോൾ ആ വിളക്ക് കത്തിച്ച് വെച്ചൊരുക്കൊക്കെ വെച്ച് സ്വീകരിക്കുന്ന അവിടെ ചെന്ന് നിന്ന് പടയണി ഇങ്ങനെ കളിക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അധികം സുപരിചിതമല്ല നമ്മുടെ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പടയണി എന്താണ് എന്നൊക്കെ നിങ്ങളെ അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ തെയ്യമാണെന്നുണ്ടെങ്കിൽ മധ്യ തിരുവിതാംകൂറിലോട്ടൊക്കെ വരുമ്പോൾ അത് പടയണിയായിട്ട് മാറും. കണ്ടില്ലേ, വിളക്ക് കത്തിച്ച് വെച്ച് വെച്ചൊരുക്കൊക്കെ വെച്ച് വീട്ടുകാർ സ്വീകരിക്കും നമ്മുടെ ഈ ഒരു പടയണി കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലായിരിക്കും. ഇപ്പം നമ്മുടെ പാരിപ്പള്ളി കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൻ്റെ പടയണിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പാരിപ്പള്ളി കുളമട ദേശം, അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പാരിപ്പള്ളി ക്ഷേത്രം വരെയാണ് ഈ ഒരു പടയണി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ വിളക്ക് വെച്ച് പടയണിയെ സ്വീകരിക്കാൻ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ആ പടയണിയുടെ കോലങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ. അപ്പം ഈ പടയണി എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറിഞ്ഞൂടെ ഈ പടയണി എന്താണെന്നുള്ളത്. അപ്പം പടയണിയെ പറ്റി പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഒന്ന് പറയാമോ എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർക്ക് പൊതുവെ അപരിചിതമായിരുന്ന പടയണിയെ ഏറ്റവും സുപരിചിതമാക്കിയത് കൊടുമൂട്ടിൽ ക്ഷേത്രമാണ്. കാരണം വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കുണ്ടായിരുന്ന പ്രാധാന്യവും മറ്റു സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ മുടിയേറ്റിനുണ്ടായിരുന്ന പ്രാധാന്യവും കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ കടമ്പനിട്ടയിലുണ്ടായ ആ പടയണിയും ഒക്കെ ഈ വേദിയിലാണ് സമന്വയിച്ചു വന്നിട്ടുള്ളത്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 അനുഷ്ഠാന കലാരൂപങ്ങളാണ് പടയണിയും കളമെഴുത്തുപാട്ട്, മുടിയേറ്റ്. അതിൽ പടയണി ആദ്യമായി പ്രദേശത്ത് അവതരിപ്പിച്ചത് ഈ ക്ഷേത്ര സന്നിധിയിലാണ്. കടമണിയുടെ കുലപതി എന്ന് തന്നെ പറയാവുന്ന പ്രൊഫസർ കടമ്മനിട്ട വാസുവൻ സാറാണ് ആദ്യമായി ഈ വേദിയിൽ ഈ പടയണി അവതരിപ്പിച്ചത്. ഞങ്ങൾക്ക് അദമ്യമായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. കടമ്മനിട്ട പടയണി എന്ന് പറയുന്നത് കടമ്മനിട്ട ഗ്രാമത്തിൻ്റെ പ്രകൃതിയും മനുഷ്യനും കൃഷിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയെ ചിത്രീകരിക്കുന്നതാണ് കടമ്മനിട്ട പടയണി. കടമ്മനിട്ട പടയണി അതേപോലെ തന്നെ പുനരാവിഷ്കരിച്ചാണ് കടമ്മനിട്ടയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഗോത്രകലാകളരി സംഘത്തെ തന്നെയാണ് നമ്മൾ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലും ഇപ്പോൾ ഈ കൊല്ലം അവതരിപ്പിക്കുന്നതും അതേ ടീം തന്നെയാണ്, ഗോത്രകലാകളരി സംഘം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ശരിക്കും ദേവി തന്നെയാണ് പ്രകൃതി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് പടയണി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പടയണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കലാരൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഓല, കുരുത്തോല, കരിപ്പൊടി, പച്ചപ്പൊടി തുടങ്ങിയവയെല്ലാം പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളാണ്. കൃത്രിമമായ യാതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പച്ചിലകൾ ഇടിച്ച് കരിച്ച് ഉണക്കിയെടുക്കുന്ന പൊടിയാണ് അതിൻ്റെ പല വർണ്ണങ്ങളിലാക്കി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൂട്ടുകൊതുമ്പിൻ്റെ അല്ലെങ്കിൽ കറ്റവെളിച്ചത്തിലാണ് പടയണിക്കോലങ്ങൾ എഴുന്നള്ളുന്നത്. ആ ആചാരം ശരിക്കു പറഞ്ഞാൽ ഈ നമ്മുടെ ദേവിയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരാചാരമാണ്. ഞാൻ നേരത്തെ ആവർത്തിക്കുകയാണ്, എന്താണ് പ്രകൃതി? ദേവി തന്നെയാണ് പ്രകൃതി. നമ്മൾ ദേവിക്ക് വെറ്റില പറിക്കുന്നു, ഈ കോലങ്ങൾക്ക് വെറ്റില സമർപ്പിക്കുന്നു. പ്രകൃതിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ പുതുതലമുറ മറന്നു പോകുന്നതിനുള്ള ഒരു സങ്കടമാണ് ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ഇപ്പം 20K കിഡ്സിനൊന്നും അധികം പടയണി തെയ്യം അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ.
അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരമാണ് നമ്മുടെ പാരിപ്പള്ളി കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൽ വന്നാൽ പടയണി കാണാം. ഈ വർഷം കാണാൻ വന്നിട്ട് ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത വർഷവും കാണും ഇല്ലേ? തീർച്ചയായിട്ടും അടുത്ത വർഷവും കാണും. അപ്പൊ നമ്മുടെ ഈ ഒരു പടയണി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഉറപ്പായിട്ടും മനസ്സിലാകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടയണി കോലങ്ങൾ, ഒരുപാട് കോലങ്ങളുണ്ട്. ഭൈരവൻ കോലം, പക്ഷിക്കോലം, അങ്ങനെ ഒരുപാട് കോലങ്ങളുണ്ട്. ആ കോലങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ കേവലമായ കലാകാരന്മാരല്ല, അവർ ദേവിയുടെ ഉപാസകന്മാരാണ്. ഒരു ഉപാസകന് മാത്രമേ ഈ ദേവിയുടെ കോലം കെട്ടി തുള്ളാൻ കഴിയൂ. അത് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ആ പടയണിക്കോലം തപ്പുതാളത്തിന്റെ പശ്ചാത്തലത്തിൽ കോലങ്ങൾ ഓരോന്നും ഉറഞ്ഞു തുള്ളുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അത് കാണുന്നതിന് സത്യത്തിൽ അത് കാണാതെ പോകുന്നത് സങ്കടകരമാണ്. നിങ്ങൾ ഇപ്രാവശ്യം മിസ്സാവുന്നവര് തീർച്ചയായും അത് കണ്ടിരിക്കണം. ഇതേപോലെ തുല്യ പ്രാധാന്യമാണ് കളമെഴുത്ത് പാട്ടും മറ്റേ മുടിയേറ്റും. ഇതേപോലെ തന്നെയാണ് അത് രണ്ടും. ഈ മൂന്ന് കലാരൂപങ്ങളും സംഗമിക്കുന്ന അപൂർവം ക്ഷേത്രസന്നിധിയിൽ ഒന്നാണ് പാരിപ്പള്ളിയിലെ കൊടിമട്ട് ക്ഷേത്രം. അത് ആ ഒരു ഭാഗ്യം നമ്മുടെ ജനതയ്ക്ക് നൽകാൻ കഴിഞ്ഞാൽ ഞങ്ങളും സന്തുഷ്ടരാണ്. ഞാൻ ആദ്യമായിട്ടാണ് പടയണി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് എനിക്കുമുണ്ട്. പടയണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഒരു 3-4 പേര് കൂടെ കാണും. അപ്പോൾ ഒരാൾ തളരുമ്പോൾ അത് മാറ്റി അടുത്ത ആൾക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും, കണ്ടില്ലേ? എന്നിട്ട് അടുത്ത ആൾ കളിച്ച് ഇങ്ങനെ പോകും. ഇവർ ഒരുപാട് പുതുവും ഇതൊക്കെ കാത്തു സൂക്ഷിച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ദേവിയുടെ ദാസന്മാർ, നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ദേവിയുടെ ദാസന്മാരായിട്ടാണ് ഇവർ ഇരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് നല്ലതുപോലെ അനുഷ്ഠിച്ചു വരുന്ന കലയാണ് നമ്മുടെ ഈ ഒരു പടയണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടയണി ഇന്നിവിടെ കാണാൻ പറ്റിയതും അത് നമുക്ക് ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റിയതും ഒക്കെ ഞാനൊരു വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ തെയ്യങ്ങളും കളിച്ച് വരുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് പടയണി ഷൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നത്. പടയണി നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം. അപ്പോൾ പടയണിക്ക് മുന്നിലായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ താലപ്പൊലിയും വിളക്കും ഒക്കെ എടുത്ത് ബാലികമാരും നമ്മുടെ പെങ്ങന്മാരും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് ചെണ്ടക്കൊട്ടും ഇതും വിളക്കും എല്ലാമായിട്ട് ആഘോഷപൂർണ്ണമായിട്ടാണ് നമ്മുടെ പടയണി ക്ഷേത്രസന്നിധിയിലേക്ക് വരുന്നത്. പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലേ, ആ തീപ്പന്തമൊക്കെ കൊളുത്തി ആ തീയുടെ ഒരു വെളിച്ചത്തിൽ, ആ ഒരു ചൂട്ടും കത്തിച്ച് തീയുടെ വെളിച്ചത്തിൽ നമ്മുടെ തീവണ്ടിയൊക്കെ പിടിച്ച് ഉറങ്ങിയ തുള്ളിയാണ് വരുന്നത്. അങ്ങനെ വെറുതെ ഇങ്ങനെ കൊണ്ടുവരികയല്ല, ഒരു ഉറങ്ങിയ തുള്ളി കളിച്ച് നല്ല രീതിക്കാണ് ക്ഷേത്രസന്നിധിയിലേക്ക് ഈ ഒരു പടയണി വരുന്നത്. ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയതെല്ലാം വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ടൊക്കെ കാണുന്നവർ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കാണണം. ഫുൾ വീഡിയോ കണ്ടിട്ടേ പോകാവുള്ളൂ. കണ്ടില്ലേ, കടമ്പനിട്ടേന്ന് വന്ന നമ്മുടെ പടയണി സംഘമാണിത്. അവരാണ് ഇതിൻ്റെ ആചാര്യന്മാർ. നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ ആയാലും വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇവരാണ് മെയിനായിട്ടുള്ളത് പടയണിയിൽ. കണ്ടില്ലേ, ആ ഉറങ്ങി തുള്ളുന്ന തുള്ളകം കണ്ടില്ലേ? അത് ആ തീപ്പന്തവും കൊളുത്തി ആ ഒരു തീയുടെ വെളിച്ചത്തിൽ ഇത് കാണുമ്പോൾ, ഇത് നമ്മൾ ഈ വീഡിയോ കൂടി കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ നാടൻ കലാരൂപമായ പടയണി. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു വഴികളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പം വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നേരത്തെ കണ്ട കണക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചൊരുക്കൊക്കെ വെച്ച് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് വീട്ടുകാർ അതുവഴി വരുന്ന മിക്ക വീടുകളിലും നമ്മൾ അതുപോലെ വിളക്കും കാര്യങ്ങളുമൊക്കെ കണ്ടതാണ്. കണ്ടില്ലേ, സമയം ഏതാണ്ട് 10-11 മണിയായി. എന്നിട്ടും ഉറക്കമില്ലാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു പടയണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു പടയണിയുടെ പ്രത്യേകതയും എല്ലാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ ഒരു പടയണി. പിന്നെ ഈ ഒരു പടയണിയെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഈ ഒരു പടയണി അനുഷ്ഠിച്ചിരുന്നതെന്നൊക്കെ വെച്ചാൽ അതെന്ന് വെച്ചാൽ വളരെ പണ്ട് ഈ ഒരു രോഗവും അസുഖങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ രോഗപീഠയൊന്നും വരാതിരിക്കാനും നാട്ടിൽ നന്മയൊക്കെ വരാനായിട്ടൊക്കെ പണ്ട് ഇങ്ങനെ ആൾക്കാർ പടയണി നടത്തുമായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുള്ളതാണ് നമ്മുടെ ഈ ഒരു പടയണിക്ക്. മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു അനുഷ്ഠാന കലയുമാണ് നമ്മുടെ പടയണി കണ്ടില്ലേ. ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് പടയണി. ഇവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങി തുള്ളി കളിക്കുന്നത് നമുക്കൊന്ന് കാണാം.
ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കേട്ടോ അവർ ഇത് കൊണ്ട് ഇങ്ങനെ കളിച്ച് വരുന്നത്. നല്ല വെയിറ്റാണ്. ഓരോ കോലത്തിനും ഓരോരോ പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങൾ ആ കോലങ്ങൾ രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഒരേ കോലമല്ല, എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് യഥാർത്ഥ പടയണി ഇവിടെ കൊട്ടും മേളമൊക്കെ ആയിട്ട് പടയണി വട്ടം കൂടി എന്ന് ഒരു പടയണിയുടെ യഥാർത്ഥ ഒരു ഇത് ഇനിയാണ്. രാത്രി ഇത്രയും വൈകിയ സമയത്തും ഈ ഒരു പടയണിക്കുള്ള ജനത്തിരക്ക് കണ്ടില്ലേ. ഒരുപാട് പേരുണ്ട്, കൊച്ചു കുട്ടികൾ തൊട്ട് വയസ്സായ അമ്മൂമ്മമാർ വരെ ഉണ്ട് നമ്മുടെ ഈ ഒരു പടയണി കാണാനായിട്ട്. അപ്പോൾ ഈ പടയണി ഇവിടെ അകത്ത് ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോയി. ഇനിയുള്ളതെന്ന് വെച്ചാൽ വട്ടം കൂടി അവർ തകിലം എല്ലാമൊക്കെ കൊട്ടി ഓരോ കോലവും ഉറങ്ങി തുള്ളും. അപ്പോൾ അതാണ് അടുത്ത ഒരു ഇത്. അപ്പം അത് ഒരുപാട് നേരമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ എടുക്കുന്നില്ല, അത് അടുത്തൊരു എപ്പിസോഡിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാത്തവർ ഫുള്ള് കാണണം, കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ നഷ്ടമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും അടുത്ത കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പടയണി ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ട് കൂടി വരുന്നുണ്ട്, അതുകൂടി എല്ലാവരും കാണണം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ്.